തണുത്ത വെള്ളം 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിലെത്തുമ്പം വെള്ളത്തിനകത്ത് ഹൈഡ്രോണിയം അയോൺസ് ഉണ്ടാവും, H3O ഉണ്ടാവും. അതൊരു കവർപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ വെള്ളം കുടിക്കുമ്പോൾ ഒരു കവർപ്പ് വരുന്നത്. എന്നാൽ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ താഴെ ഹൈഡ്രോണിയം അയോൺസ് ഉണ്ടാവില്ല. വെള്ളം പ്യൂർ H2O ആണ്. പ്യൂർ H2O ദൈവം ഒരു മധുരപാനീയമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഒരു മധുരം വരുന്നത്. പഠിക്കാനിരിക്കുന്നതിന് മുമ്പോ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒരു ഫ്ലാസ്കിനകത്ത് തണുത്ത വെള്ളം കൊണ്ടുപോയി പരീക്ഷ ഹാളിൽ കയറുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചിട്ട് പരീക്ഷ എഴുതാൻ കയറിയാൽ തകർപ്പൻ പരീക്ഷ എഴുത്തായിരിക്കും. കാരണം തലച്ചോറിനെ അത് ഉത്തേജിപ്പിക്കുമെന്ന് ശാസ്ത്രം. ഇനി പഠിച്ചു, പക്ഷെ പരീക്ഷ ഹാളിൽ കയറിയിട്ട് അങ്ങ് മറന്നുപോയി എന്ന് പറയുന്ന ചില പിള്ളേരുണ്ട്. ആ പിള്ളേർക്ക് മാത്രം ആർട്ടിഫിഷ്യലായ ഒരു ഉത്തേജനം കൊടുക്കണം. അതിലേറ്റവും ബെസ്റ്റ്, ഭാരതത്തിലെ ഋഷിവര്യന്മാർ തപസ്സിരിക്കുമ്പോൾ അവരൊരു ചെടിയുടെ വേരും ഇലയും വായിലിട്ട് ചവയ്ക്കും. ബ്രഹ്മി എന്നാണ് ആ ചെടിയുടെ പേര്. അത് ചവച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കോൺസെൻട്രേഷനാണ്, തപസ് ചെയ്യാൻ ഭയങ്കര കഴിവാണ്. ഇപ്പോൾ ശാസ്ത്രീയമായി അതിനെ മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു ഇൻ്റലക്ച്വൽ ഹോർമോൺ ഈ ബ്രഹ്മിക്കകത്തുണ്ട്. അതുകൊണ്ടാണ് അത് നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആയുർവേദ ആശുപത്രികളിൽ അല്ലെങ്കിൽ കടകളിൽ ബ്രഹ്മി ടാബ്ലറ്റ് കിട്ടും. അതിലൊരു ബ്രഹ്മി ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് പരീക്ഷ കയറിയാൽ പരീക്ഷ നല്ല ഭംഗിയായിട്ട് എഴുതാൻ പറ്റും. പഠിച്ചതൊക്കെ കറക്റ്റ് ഓർമ്മ വരും. പഠിക്കാനിരിക്കുമ്പോൾ ഒരു ബ്രഹ്മി ടാബ്ലറ്റ് കഴിച്ചിട്ട് പഠിക്കാനിരുന്നാൽ കറക്റ്റ് ആ സമയത്ത് പഠിക്കുന്നത് എന്നും നമുക്ക് തലച്ചോറിൽ ഓർമ്മ വരും. ഇനി വിദ്യയുടെ ദേവതയാണ് സരസ്വതി ദേവി. ആ സരസ്വതി ദേവിയുടെ പേരിൽ ഒരു അരിഷ്ടമുണ്ട്, സാരസ്വതാരിഷ്ടം. ഇതൊരു 1/2 ഔൺസ് കഴിച്ചാൽ പിന്നെ തലച്ചോറൊരു പടക്കുതിരയെ പോലെയാണ്. ഞാൻ 161 പരീക്ഷ പാസ്സായിട്ടുണ്ട്. എനിക്ക് ഈ പരീക്ഷ എഴുതുന്നത് ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്ന ഒരു രസമായിരുന്നു. ചുമ്മാ പോയി പരീക്ഷ എഴുതും, റിസൾട്ടൊന്നും നോക്കത്തില്ല. പലപ്പോഴും റിസൾട്ട് പുറകാലെ തപാലി വരും. അപ്പോൾ ഞാൻ ഈ IAS പരീക്ഷ ഉൾപ്പെടെ ഏത് പരീക്ഷ കയറുന്നതിന് മുമ്പും ഒരു ടാബ്ലറ്റ് ബ്രഹ്മി ടാബ്ലറ്റ് കഴിക്കും. 1/2 ഔൺസ് സാരസ്വതാരിഷ്ടം ഞാൻ കൊണ്ടുപോകും. അത് വായിലിട്ട് കുടിച്ചിട്ടേ പരീക്ഷ കയറുള്ളൂ. പിന്നെ അടിച്ച് പറത്തി പരീക്ഷയാണ്. അപ്പോൾ ഇത് പഠിച്ചിട്ട് സമയത്ത് മറന്നു പോകുന്നത് കംപ്ലൈൻ്റുള്ള കുട്ടികൾ മാത്രം കഴിച്ചാൽ മതി. എല്ലാവരും കയറി കഴിക്കേണ്ട കാര്യം അല്ലേ പറയുന്നത്. പക്ഷേ ഇത് രണ്ടെണ്ണം അടിച്ചാൽ പരീക്ഷ തകർപ്പനാവും. ബ്രഹ്മി ടാബ്ലറ്റും സാരസ്വതാരിഷ്ടവും. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യലി ബുദ്ധിശക്തി ഉയർത്തുന്ന കാര്യങ്ങളാണ്. പഠിക്കാനിരിക്കുമ്പോൾ ഓരോ മണിക്കൂർ ഇടവിട്ട് ജനലിൽ കൂടെ വളരെ ദൂരെ സസ്യശ്യാമളമായ പ്രകൃതി കാണാൻ ഇടവന്നാൽ അത് തലച്ചോറിന് വളരെ ഉത്തേജകമാണ്. ഞാനിവിടെ ഈ ഓഡിറ്റോറിയത്തിൽ പ്രവേശിച്ചപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഏത് ജനലിൽ കൂടെ നോക്കിയാലും നല്ല സസ്യശ്യാമളമായ പ്രകൃതിയാണ് ചുറ്റും. ഇത് തലച്ചോറിന് വളരെ സഹായകരമായൊരു ഘടകമാണ്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ജനൽ തുറന്നാൽ സസ്യശ്യാമളമായ പ്രകൃതി കാണാൻ പറ്റുമെങ്കിൽ 1 മണിക്കൂർ ഇടവിട്ട് ഒരു 2-3 മിനിറ്റ് ആ പ്രകൃതി ഭംഗി കണ്ട് രസിച്ച് മനസ്സിനൊരു ഉല്ലാസത്തിലേക്ക് ആക്കണം. പക്ഷേ ജനൽ തുറന്ന് നോക്കിയാൽ അപ്പുറത്ത് നല്ല സുന്ദരി പെമ്പിള്ളാർ പോലുള്ള വീടാണുള്ളതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആടി പാഴ്സലായിട്ട് കിട്ടും. അതല്ല ഈ പറയുന്നത്. പ്രകൃതിരമണീയമായ പച്ചലതാദികൾ കണ്ടാൽ തലച്ചോറിനൊരു ഉത്തേജകമാണ്. നമ്മുടെ ഋഷിമാരെന്തിനാണ് നാട് വിട്ട് കാട്ടിൽ പോയി തപസ്സിരുന്നത്? അവിടെ അവർ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് സസ്യശ്യാമളമായ പ്രകൃതിയും കാട്ടരുവികളും ഒക്കെ ഉള്ള സ്ഥലമാണ്. തലച്ചോറിന് വളരെ ബെസ്റ്റായ ഒരു കാലം. അതുകൊണ്ട് പഠിക്കുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇൻ്റലക്ച്വലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ പഠിക്കുന്നതൊക്കെ ഭംഗിയായിട്ട് മനസ്സിലാവും. നിങ്ങൾക്കത് ഏത് പരീക്ഷയ്ക്കും ഭംഗിയായിട്ട് എഴുതാൻ പറ്റും. കുറച്ചും കൂടെ അമ്മ ചെയ്തു തരേണ്ടതാണ്, കുറച്ചും കൂടെ അച്ഛൻ ചെയ്തു തരേണ്ടതാണ്. നിങ്ങളത് വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞാൽ അമ്മ സുന്ദരമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. പക്ഷെ അമ്മയ്ക്ക് അറിഞ്ഞുകൂടി ഇന്നത് ചെയ്താൽ നല്ലതാണ്, ഇന്നത് ദോഷമാണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുത്താൽ അമ്മ നിങ്ങൾക്ക് ഈ ആഹാരങ്ങളൊക്കെ കറക്റ്റ് തരും. കുറച്ച് അച്ഛൻ ചെയ്തു തരേണ്ടതാണ്, കുറച്ച് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. നിങ്ങൾ കിഴക്കോട്ടിരിക്കുന്ന പൊസിഷൻ ഉണ്ടാക്കി തരിക, നിങ്ങൾക്കൊരു സ്റ്റൂള് കാല് വെക്കാൻ തരികയൊക്കെ അച്ഛൻ ഉണ്ടാക്കി തന്നല്ലേ പറ്റൂ. അപ്പോൾ നിങ്ങൾ മൂന്നൂടെ അച്ഛനും അമ്മയും നിങ്ങളുടെ കൂടിയെങ്കിലും ഇതൊക്കെ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഗുരുമുഖത്തുനിന്ന് കേട്ട് പഠിച്ചു. കോളേജ് പഠിച്ചപ്പോൾ കോളേജ് ലൈബ്രറിയിൽ പോയിരുന്നു വായിച്ചു. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന കാലം പുതിയൊരു കാലമാണ്. നിങ്ങൾ പഠിക്കുന്നത് ഇലക്ട്രോണിക് യുഗത്തിലാണ്. അപ്പോൾ ഗുരുമുഖത്തുനിന്ന് കേൾക്കുന്നത് കൂടാതെ ഇലക്ട്രോണിക്കലി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വളരെ സിമ്പിളായി, നിങ്ങൾ ക്ലാസ്സിൽ സാറൊരു വിഷയം പഠിപ്പിച്ചു, നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ ക്ലാസ്സിൽ സാറിനോട് വഴക്കുണ്ടാക്കാനൊന്നും പോകരുത്. നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് കയറിയിട്ട് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ കൺട്രി വൈഡ് ക്ലാസ് റൂം എന്നൊരു പ്രോഗ്രാമുണ്ട്. കൺട്രി വൈഡ് ക്ലാസ് റൂം
അതിനകത്ത് കയറിയ വിഷയം അടിച്ചു കൊടുക്കണം. വിഷയം അടിച്ചു കൊടുത്ത് കഴിയുമ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പ്രൊഫസർ ആ വിഷയത്തെപ്പറ്റി 1 മണിക്കൂർ ഒരു ക്ലാസ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതും മനസ്സിലായില്ലയോ, നിങ്ങൾ ഹൈദരാബാദിലെ EMRC ഇലക്ട്രോണിക് മീഡിയ റിസർച്ച് സെൻറ്റർ അതിൻ്റെ നെറ്റിൽ കയറണം. എന്നിട്ട് ആ വിഷയം അടിച്ചു കൊടുക്കണം. ഇന്ത്യയിലെ വേറൊരു ബെസ്റ്റ് പ്രൊഫസർ ആ വിഷയം കൊണ്ട് ക്ലാസ് എടുക്കും. നമുക്ക് പച്ചവെള്ളം പോലെ മനസ്സിലാവും. കേരള ഗവൺമെൻറ് നടത്തുന്ന 2 ചാനലുണ്ട്. വിക്ടർ ചാനൽ 1, വിക്ടർ ചാനൽ 2. വിക്ടർ ചാനൽ 1 മലയാളമാണ്, വിക്ടർ ചാനൽ 2 ഇംഗ്ലീഷാണ്. നിങ്ങളുടെ വിഷയം അടിച്ചു നോക്കണം. എൻ്റെ ക്ലാസ് ഒരു 30 എണ്ണത്തിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ അടിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ കേരള ഗവൺമെൻറ് ചാനൽ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വളരെ ഈസിയായിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിരുന്ന് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും.